നമ്മളുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരത്തിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ഒരു സ്കോളർഷിപ്പ് അവാർഡായിട്ട് തന്നെയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ഇതിലേക്കുള്ള രജിസ്ട്രേഷനാണ് നമ്മളുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. 1000 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ വീതമാണ് ക്യാഷ് അവാർഡായിട്ട് ലഭിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ ഒരു തുക വിതരണം തന്നെ. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സ്കോളർഷിപ്പ്. അവരുടെ കഴിവിന്, അതായത് അവർ നേടിയ മാർക്കിനുള്ള ഒരു അംഗീകാരമായിട്ട് കൂടി വേണം ഈ സ്കോളർഷിപ്പ് പദ്ധതിയെ അല്ലെങ്കിൽ ഈ പ്രതിഭാ പുരസ്കാരത്തെ കാണുന്നതിന് വേണ്ടി. അപ്പോൾ അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ സ്കോളർഷിപ്പ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ വിളിച്ചിട്ടുള്ളത് 2023-24 അക്കാദമിക് വർഷം ഡിഗ്രി കോഴ്സുകളിൽ, അതായത് വിജയിച്ച് പാസ് ഔട്ടായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത്. അതിനുശേഷമുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീടുള്ള സ്കോളർഷിപ്പിൽ അപേക്ഷ വിളിക്കുന്നതാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത് 2023-24 അക്കാദമിക വർഷത്തിൽ പാസ് ഔട്ടായിട്ടുള്ള, അതായത് ബിരുദ പഠനം പൂർത്തിയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. നമ്മളുടെ സംസ്ഥാനത്തെ 13-ൽ പരം സർവകലാശാലകളിൽ നിന്ന് വിജയിച്ചവരായിരിക്കണം അപേക്ഷ വയ്ക്കേണ്ടത്. യുവതീ-യുവാക്കൾക്കെല്ലാം അപേക്ഷകൾ സമർപ്പിക്കാം. പക്ഷേ കേരളത്തിന് വെളിയിലുള്ള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിട്ടുള്ളത് എങ്കിൽ ഇതിലേക്ക് അപേക്ഷ വയ്ക്കേണ്ടതില്ല. 1-2 പേർക്കല്ല, 1000 പേർക്കാണ് 1 ലക്ഷം രൂപ വീതം ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു അവസരമായിട്ട് വേണം നിങ്ങളിതിനെ കാണാൻ. അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ഈ സ്കോളർഷിപ്പും കൈകാര്യം ചെയ്യുന്നത്. DC സ്കോളർഷിപ്പ് പോർട്ടലൊന്ന് സന്ദർശിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിക്കും. സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള അപേക്ഷയുടെ മറ്റ് വെബ്സൈറ്റ് ലിങ്ക്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് കൂടി നിങ്ങളൊന്ന് പരിശോധിച്ചേക്കുക. അപ്പോൾ നമ്മളുടെ കയ്യിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ ബിരുദ സർട്ടിഫിക്കറ്റോ ഉണ്ടായിരിക്കണം. അതിൽ പ്രസ്താവിച്ചിരിക്കുന്ന മാർക്ക് കുറഞ്ഞത് 75% മാർക്ക് നേടിയ വിദ്യാർത്ഥികളായിരിക്കണം അപേക്ഷകൾ വയ്ക്കേണ്ടത്. വിവിധ സർവകലാശാലകളുണ്ട്. അവരുടെ മാർക്ക് കണക്കാക്കൽ രീതി കൃത്യമായിട്ട് പരിഗണിച്ചായിരിക്കും ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തി 1000 പേരെ തിരഞ്ഞെടുത്ത് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുക. അതുമാത്രമല്ല, അവരുടെ കുടുംബ വാർഷിക വരുമാനം കൂടി പരിഗണിക്കുന്നുണ്ട്. APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെയാണ് ഇവിടെ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നത്. പക്ഷേ കുടുംബ വാർഷിക വരുമാനം പരിഗണിക്കും. 2.5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം. അതുമാത്രമല്ല, വിദ്യാർത്ഥിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങളൊന്നും തന്നെയില്ല. അതായത് പ്രത്യേക പരിഗണന, ഇന്ന വിഭാഗങ്ങൾക്ക് പരിഗണന എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും തുല്യത കണക്കാക്കിയാണ് ഈ രീതിയിൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. ഫെബ്രുവരി മാസം 26-ാം തീയതി വരെയാണ് നിലവിൽ തീയതി അനുവദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ തീയതി നീട്ടാനും സാധ്യതയുണ്ട്. ഈ സുവർണ അവസരം വിദ്യാർത്ഥികൾ പാഴാക്കാതിരിക്കുക. എത്രയും വേഗം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുക. എല്ലാവരിലേക്കും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.